ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ മാർച്ച് നടക്കുകയാണ്. E20 പെട്രോളിനെതിരെയാണ് മാർച്ച് നടക്കുന്നത്. അതിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള പ്രതിഷേധമാണ് ആപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആരാണ് നേതൃത്വം നൽകുന്നത്? അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് സ്മൃതി ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്ത് നിന്നും മാർച്ച് തുടങ്ങിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് പോവുകയാണ്. വലിയ സുരക്ഷയുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വശത്ത് അരവിന്ദ് കെജ്രിവാൾ മുന്നേക്ക് വരുന്നു, ഒരു വശത്ത് നമുക്ക് പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നീങ്ങുന്നത്. നമുക്ക് കേൾക്കാം. हम पीएम हाउस जा रहे हैं. पीएम हाउस पे ये 2 लाख पिटीशन है जो हम पीएम हाउस लेके जा रहे हैं. E20 पेट्रोल के खिलाफ है जी. അതായത് E20 പെട്രോളിനെതിരെ ഉള്ള 2 ലക്ഷം നിവേദനങ്ങളാണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. ഈ നിവേദനങ്ങളുമായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാൻ എന്ന പേരിൽ പോവുകയാണ്. ഇപ്പോൾ വലിയ തള്ളാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ തടയും എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ നമുക്ക് കാണാം. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. സഞ്ജയ് സിംഗ് അടക്കമുള്ള പ്രധാന നേതാക്കൾ सारे आ जाओ. गुलाम कहाँ मिलेंगे? कहाँ मिलेंगे? सब आ जाओ. के गुलाम कहाँ मिलेंगे? बीजेपी के दफ्तर में. एक मिनट देखिए, अमेरिका सरप्लस इथेनॉल प्रोड्यूस करता है. अमेरिका अपने इथेनॉल को इस्तेमाल नहीं कर पा रहा. अमेरिका इथेनॉल को नालियों में फेंकता है. उनके लिए उनका इथेनॉल कूड़ा है. ट्रंप के दबाव में, ट्रंप ने मोदी जी पे दबाव डाला है. ट्रंप के दबाव में मोदी जी अमेरिका का इथेनॉल इंपोर्ट कर रहे हैं बहुत बड़े मात्रा में. अब अपने यूएसए के इथेनॉल का क्या करें? इसलिए ये E20 जबरदस्ती थोपा जा रहा है. पर अमेरिका का जो कूड़ा है वो हमारे देश की गाड़ियों में जबरदस्ती ठूसा जा रहा है, जिसकी वजह से सबकी गाड़ियां खराब हो रही हैं. हम मोदी जी से निवेदन करना चाहते हैं कि ट्रंप के सामने ऐसे मत लेटो, थोड़ा सा हिम्मत दिखाओ. पूरा देश दुखी है. ये E20 बर्दाश्त नहीं कर पा रहे. आज हम 2 लाख चिट्ठियां लेके और पीछे जितने लोग हैं ये 100 लोग साथ जा रहे हैं जो पीड़ित हैं, जिनकी या तो गाड़ियां खराब हुई हैं या उनकी माइलेज कम हुई है. ये सब लोग साथ जा रहे हैं हम प्रधानमंत्री से मिलने के लिए. ഏതായാലും കൃത്യമായി പറഞ്ഞു. പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സഞ്ജയ് സിംഗ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. बीजेपी के दफ्तर में, बीजेपी के दफ्तर में, बीजेपी के दफ्तर में, बीजेपी के दफ्तर में. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സഞ്ജയ് സിംഗ് ഉണ്ട്. രാജ്യസഭ MP സഞ്ജയ് സിംഗിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മുടെ ചോദ്യത്തിനാണ് അരവിന്ദ് കെജ്രിവാൾ നേരത്തെ മറുപടി നൽകിയത്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോവുകയാണ്. നിവേദനം നൽകാനാണ് പോകുന്നത്. പ്രധാനമന്ത്രി കരുണ കാണിക്കണം, രാജ്യത്തെ ജനങ്ങളോട് കരുണ കാണിക്കുകയും ഈ എഥനോൾ പെട്രോൾ ഉപേക്ഷിച്ച് ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള അവകാശം അംഗീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. സ്മൃതി, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കുറച്ചുകൂടി പിന്നിലോട്ട് പോയാൽ സർ തോടെ ജഗ തന്നെ ആന ദീജിए. നല്ല തിക്കും തിരക്കുമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ആം ആദ്മി പാർട്ടിയുടെ ഓഫീസാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്നും അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള 100 പേർ പ്രതിനിധി സംഘം എന്നാണ് അറിയിച്ചിരിക്കുന്നത് പെറ്റീഷനുമായി പോകുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇവിടെ ഒരു വശത്ത് പെറ്റീഷനുമായി ആളുകൾ പോകുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ അവർ സംസാരിച്ചിരുന്നതാണ്. പെറ്റീഷനുമായി 2-3 ആളുകൾ അത് തലച്ചുമടായി എടുത്തുകൊണ്ട് പോകുന്നു. അരവിന്ദ് കെജ്രിവാൾ, നമുക്ക് കുറച്ച് വൈഡായിട്ടുള്ള ദൃശ്യങ്ങൾ കാണിച്ചാൽ അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ കുറച്ച് പ്രവർത്തകർ പെറ്റീഷൻ ഉയർത്തി കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് മാറുന്ന കാഴ്ച ദില്ലിയുടെ
നിരത്തിൽ വീണ്ടും ഒരു പ്രതിഷേധം. ജൻസി പ്രതിഷേധ സമയത്ത് വലിയ തോതിൽ ദില്ലി പോലീസ് തടയുന്നതും ഒരു സംഘർഷത്തിലേക്ക് പോകുന്നതുമൊക്കെ കണ്ടു. ഒരുപക്ഷെ പോലീസ് ഉടൻ തന്നെ ഇവരെ തടഞ്ഞേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ, സഞ്ജയ് സിംഗ്, മനീഷ് സിസോദിയ കൂടി എത്തിയിരിക്കുന്നു. മനീഷ് സിസോദിയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, ദില്ലിയുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. മനീഷ് സിസോദിയ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തന്നെ പ്രധാനമന്ത്രിയുടെ ലോ കല്യാൺ മാർഗിലെ വസതിയിലേക്ക് E20 പെട്രോളിനെതിരെ സമരവുമായി മുന്നോട്ട് നീങ്ങുന്നു. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാൾ അത് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട BJPയുടെ നേതാക്കളെല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രതിഷേധ മാർച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ പോലീസ് അടുത്ത പാതയിൽ തന്നെ, അടുത്ത പ്രധാന പാതയിലേക്ക് കടക്കുമ്പോൾ തന്നെ തടയും എന്ന് നമ്മളിപ്പോൾ കരുതുകയാണ്. ഏതായാലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അരവിന്ദ് കെജ്രിവാളിനൊപ്പം പ്രധാന നേതാക്കളുമായി E20 പെട്രോളിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യത്ത് അലയടിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഒരു ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തിരുന്നു. E20 പെട്രോളിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിൽ നാഷണൽ ടൗൺ ഹാൾ എന്ന പേരിലാണ് ഒരു പ്രതിഷേധം ഓൺലൈനായി വിളിച്ചു ചേർത്തിരുന്നത്. ആ യോഗത്തിലാണ് ഒരു പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തത് അരവിന്ദ് കെജ്രിവാൾ. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മാർച്ച് നടക്കുകയാണ്. നേരത്തെ ഒരു ഗാഡി മാർച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ ആ ഗാഡി മാർച്ച് പിന്നീട് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നടന്നിരുന്നില്ല. ഇതിനെതിരെ 2 ലക്ഷം നിവേദനങ്ങളുമായി കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി നേതാക്കളും പ്രവർത്തകരും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നീങ്ങുകയാണ്. ഇങ്ങനെ ഡൊണാൾഡ് ട്രംപിന് കീഴടങ്ങരുത് എന്ന പരിഹാസമാണ് അല്പം മുമ്പ് കേജ്രിവാൾ പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള പ്രതിഷേധമാണ്. അത് പാതുവഴിയിൽ ഒരുപക്ഷെ തടഞ്ഞേക്കാം. ആ ഘട്ടത്തിൽ വീണ്ടും ഈ വാർത്തയിലേക്ക് വരാം.